IPL കിരീടം നേടിയ RCBയുടെ വിക്ടറി പരേഡിനിടെ വൻ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ആഘോഷത്തിനിടെ തിക്കിലും തിരക്കിലും 9 പേർക്ക് ദാരുണാന്ത്യം, നിരവധി പേർക്ക് പരിക്ക്. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപമാണ് വൻ ദുരന്തമുണ്ടായത്. മഴ പെയ്തതോടെ തിരക്ക് അനിയന്ത്രിതമായതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് DK ശിവകുമാർ പറഞ്ഞു. The crowd was very uncontrollable, so we dropped that procession. So I appeal to excuse us. Even from the Vidhan Soda till here, though the rain came and it was the crowd was uncontrollable, the police also was finding very difficult. So we stopped the procession. We brought a open vehicle also there. I think you saw that. പോലീസിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് സർക്കാർ പരിപാടി നടത്തിയത്. പോലീസ് അനുമതി നിഷേധിച്ചത് ഗൗനിക്കാതെയാണ് വിക്ടറി പരേഡിന് അനുമതി നൽകിയത്. വിവരങ്ങളുമായി രുജീഷ് രവീന്ദ്രനാണ് ചേരുന്നത്. രുജീഷ്, എന്തായാലും വലിയൊരു ആഘോഷ പരിപാടി ഇത്തരത്തിൽ ഒരു ദുരന്തത്തിലേക്ക് കലാശിച്ചു എന്നത് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. ആദ്യം തന്നെ പോലീസ് വിക്ടറി പരേഡിന് അനുമതി നൽകിയിരുന്നില്ല. എന്നാൽ പിന്നീട് എങ്ങനെയാണ് ഈ ഒരു വിക്ടറി പരേഡ് നടത്താനുള്ള തീരുമാനം ആയിട്ടുള്ളത്? അധികൃതർ എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? നിലവിൽ അവിടുത്തെ സ്ഥിതി എങ്ങനെയാണ്? സ്വാതി, 18 വർഷത്തിന് ശേഷം RCB കിരീടം നേടിയ ആ നിമിഷം മുതൽ നമ്മൾ കാണുന്നത് ബംഗളൂരു നഗരം ആകെ ഒരു ആഘോഷ തിമിർപ്പിലാകുന്നതാണ്. ഇന്നലെ രാത്രിയൊക്കെ വലിയ തരത്തിലുള്ള ആഘോഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ആ സമയം തന്നെ പോലീസിന് നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് പല സ്ഥലത്തും, അത് ബംഗളൂരുവിലാകട്ടെ, കൽബുർഗിയിലാകട്ടെ, മറ്റ് പ്രദേശങ്ങളിലൊക്കെ ആകട്ടെ, ഇത്തരത്തിൽ ഉള്ള ചെറിയ ചെറിയ സംഘർഷങ്ങൾ പല ഭാഗങ്ങളിലായി പോലീസും ആരാധകരും തമ്മിൽ ഉണ്ടായി. ഇന്നലെ രാത്രിയൊക്കെ പല സ്ഥലങ്ങളിലും പോലീസിന് ലാത്തിചാർജ് നടത്തിയാണ് ഈ ആരാധകരെ പിരിച്ചുവിടേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയത്. ആ തരത്തിൽ പലയിടത്തും ഈ സംഘർഷങ്ങൾ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയിരുന്നു. ആദ്യഘട്ടത്തിൽ വാഹന റാലികളുമായി പലയിടത്തും ആരാധകർ ഒത്തുകൂടി. അതിനിടയിൽ ഒരാളുടെ ജീവൻ നഷ്ടമായി. പിന്നീട് ഹൃദയാഘാതം കാരണം ഒരാൾ മരിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് ഇന്നത്തെ പരിപാടിയിൽ വലിയ നിയന്ത്രണത്തിലേക്ക് വന്നത്. ഇന്ന് ഉച്ചയോടെയാണ് RCB താരങ്ങൾ അഹമ്മദാബാദിൽ നിന്ന് ബംഗളൂരുവിൽ വിമാനമിറങ്ങിയത്. ആ നിമിഷം മുതൽ സർക്കാർ തന്നെ ഈ ഒരു പരിപാടി ഒരു സ്വന്തം പരിപാടി എന്ന തരത്തിലേക്ക് കർണാടക സർക്കാർ ഇത് ഏറ്റെടുക്കുന്നതാണ് കണ്ടത്. കർണാടക ഉപമുഖ്യമന്ത്രി നേരിട്ട് താരങ്ങളെ അവിടെ നിന്ന് സ്വീകരിച്ച്, പതാക നൽകി സ്വീകരിച്ച്, വിരാട് കോഹ്ലിക്കൊപ്പം നിന്ന് ചിത്രങ്ങളെടുത്ത് ആ പതാകയുമായി DK ശിവകുമാർ വാഹനത്തിൽ ലാണ് ഈ വിധാൻ സൗദയിലേക്ക് വരുന്നത്. ആ തരത്തിൽ ഇതൊരു സർക്കാർ പരിപാടിയായി തന്നെ ആഘോഷത്തോടെ ഏറ്റെടുക്കുകയായിരുന്നു സർക്കാർ ചെയ്തത്. അതിന് ഇടയിലാണ് പോലീസ് ആദ്യഘട്ടത്തിൽ ഇന്നലത്തെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ സാധിക്കില്ല. 1 കിലോമീറ്ററോളം ഈ വിധാൻ സൗദയും ചിന്നസ്വാമി സ്റ്റേഡിയവും തമ്മിൽ 2.5 കിലോമീറ്ററോളം ദൂരമുണ്ട്. അതിനിടയിൽ 1 കിലോമീറ്ററോളം ദൂരം തന്നെ ആരാധകരെ നിയന്ത്രിച്ച് നിർത്തേണ്ടതുണ്ട്. അത് സാധിക്കില്ല എന്ന് പോലീസ് അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ വിക്ടറി പരേഡിന് അനുമതി നൽകാനാവില്ല എന്ന് പോലീസ് അറിയിക്കുന്നു. വിക്ടറി പരേഡ് നേരത്തെ തന്നെ ഔദ്യോഗികമായി തന്നെ RCB വിക്ടറി പരേഡ് നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ഈ വിക്ടറി പരേഡിൽ പങ്കെടുക്കാനും കാണാനും താരങ്ങളെ കാണാനും ഒക്കെയായി ആരാധകർ നേരത്തെ തന്നെ ബംഗളൂരുവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവസാന നിമിഷം വിക്ടറി പരേഡ് ഉണ്ടാകില്ല എന്ന് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി പോലീസ് അറിയിക്കുന്നത്. ഇത് അവസാന നിമിഷത്തെ ക്രമീകരണത്തിൽ വലിയ വിമർശനം ഉണ്ടായി. കാരണം സർക്കാരിനെതിരെ പോലും ഈ വിമർശനം ഉണ്ടാകുന്നു എന്ന സാഹചര്യത്തിലാണ് അവസാന നിമിഷത്തെ ചർച്ചയിൽ വിക്ടറി പരേഡിന് അനുമതി ലഭിക്കുന്നത്. ആ അനുമതി ലഭിക്കുമ്പോൾ പോലും പോലീസോ അല്ലെങ്കിൽ ട്രാഫിക് പോലീസോ പൂർണ്ണ തരത്തിൽ ഒരു സംതൃപ്തിയോടെ അല്ല ഈ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. കാരണം അവർ ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായി അനുമതി നൽകി എന്ന് വേണം ഈ നിമിഷം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഇതൊരു 1-2 മണിക്കൂറിനിടയിൽ നടന്ന ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവസാന നിമിഷം ഈ ഒരു അനുമതിയിലേക്ക് പോയത്. അവിടെയും പരമാവധി ക്രമീകരണങ്ങൾ പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. വിധാൻ സൗദയ്ക്ക് മുന്നിൽ ഉള്ള ഗേറ്റ്, അത് വലിയൊരു ഭീമാകാരമായ ഗേറ്റാണ്. അവിടെ ആളുകളെ, ആരാധകരെ തടഞ്ഞു വെച്ചുകൊണ്ട് മറ്റ് ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് അവിടെ ഒരു ചാമ്പ്യൻസ് എന്നെഴുതിയ വലിയൊരു കട്ടൗട്ട് ഉള്ള ഒരു സ്റ്റേജ് ഉണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ ഒരു 100-200 മീറ്ററിന് പിന്നിലേക്ക് ആരാധകരെ നിർത്തിക്കൊണ്ട് ഉള്ള ഒരു ക്രമീകരണമാണ് പോലീസ് അവിടെ നടത്തിയിരുന്നത്. അതിനുശേഷമാണ് സ്റ്റേഡിയത്തിലേക്ക് ആരാധകരുടെ പരിപാടി സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഇങ്ങനെ 3 ഇടങ്ങളിലായി, ഒന്ന് വിധാൻ സൗദയ്ക്ക് മുന്നിൽ, രണ്ടാമത് വിക്ടറി പരേഡായി റോഡിൽ, അതിനുശേഷം ഇതിൻ്റെ എൻഡ് പോയിന്റായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ, ഇങ്ങനെ 3 സ്ഥലങ്ങളിലായാണ് ആരാധകർ വലിയ തരത്തിൽ ഒത്തുകൂടിയത്. ഇതിൽ ഏറ്റവും ഒടുവിലായി വരേണ്ട ചിന്നസ്വാമി സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പരമാവധി ആരാധകർ കയറിയതിനു ശേഷവും വലിയ തരത്തിൽ ആരാധകർ സ്റ്റേഡിയത്തിന് പുറത്ത് തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. കാരണം ടിക്കറ്റ് വെച്ചാണ് സ്റ്റേഡിയത്തിനുള്ളിലേക്കുള്ള പ്രവേശനം ഉണ്ടായിരുന്നത്. ടിക്കറ്റ് ലഭിക്കാത്ത ആരാധകർ
ആരാധകർ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മഴ എത്തിയത്. ആ മഴയ്ക്കിടയിലാണ് ഈ ഒരു തിക്കും തിരക്കും ഉണ്ടായത്. അതിനുശേഷമാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് 7 പേരുടെ ജീവൻ നഷ്ടമായി. എല്ലാ ആളുകളെയും പോലീസ് തന്നെയാണ് അവിടെ നിന്ന് ഉടൻ തന്നെ ഒരു പ്രാഥമിക ശുശ്രൂഷയ്ക്ക് നൽകി പലരെയും ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് പോലീസും അവിടെയുള്ള ആരാധകരും നാട്ടുകാരും ഒക്കെ ചേർന്ന് തന്നെ ഒരു രക്ഷാപ്രവർത്തനം നടത്തി എല്ലാവരെയും അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. ഇപ്പോൾ 50-ലധികം ആളുകൾക്ക് പരിക്കേറ്റു. അതിൽ 20ഓളം ആളുകൾക്കെങ്കിലും കാര്യമായ പരിക്ക് ഏറ്റിട്ടുണ്ട്. ഈ മരണസംഖ്യ അതുകൊണ്ട് തന്നെ ഉയരുമെന്നാണ് നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 9 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിന് കൂടുതൽ മരണം ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോഴും അവിടെ നിന്ന് ഔദ്യോഗികമായി അറിയിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം, ഇത്ര മരണം ഇന്നേ ആളുകൾ മരിച്ചു എന്നൊരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ 9 പേരുടെ മരണം ഉണ്ടായിരിക്കുന്നു. ആ മരണസംഖ്യ ഉയരാൻ തന്നെയാണ് ഈ നിമിഷം സാധ്യത. പക്ഷേ ഈ പരിപാടി നിർത്തിവെക്കാൻ എന്തായാലും സംഘാടകർ തയ്യാറായിട്ടില്ല. കാരണം ഈ പരിപാടി നേരത്തെ പറഞ്ഞതുപോലെ ടിക്കറ്റ് വെച്ച് ആരാധകരെ പല സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ എത്തി ടിക്കറ്റ് നേരത്തെ തന്നെ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്തതിന് ശേഷം സ്റ്റേഡിയത്തിലേക്ക് എത്തിയ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ടീം അംഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സ്റ്റേഡിയത്തിനുള്ളിൽ ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സിദ്ധരാമയ്യ പങ്കെടുത്ത ആ പരിപാടി വിധാൻ സൗദയ്ക്ക് മുന്നിലും കൃത്യമായി തന്നെ നടന്നു. അതിനുശേഷമാണ് ഈ ഒരു സ്റ്റാമ്പേഡിന്റെ വാർത്ത പൊട്ടിപ്പുറപ്പെട്ടത്. ഇപ്പോൾ വലിയ ഒരു ആശങ്കയിൽ ഇപ്പോൾ ആശുപത്രിയിലുള്ള വിവിധ ആശുപത്രികളിലായാണ് ആളുകളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആ ആശുപത്രിയിലുള്ള ആളുകളുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള ആശങ്ക ഇപ്പോഴും തുടരുന്നുണ്ട്. മരണസംഖ്യ ഉയർന്നേക്കുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. എന്തായാലും മരിച്ചവരിൽ ഒരു സ്ത്രീയും ഉൾപ്പെടുന്നു എന്നാണ് വിവരം. അത്തരത്തിൽ വലിയ തരത്തിൽ ആളുകൾ ഒത്തുകൂടിയ ഒരു സ്ഥലം, അത് ആഘോഷിക്കാനായി ഒത്തുകൂടിയ ഒരു സ്ഥലം. നമ്മൾ ഒരു വലിയ വിജയം, ഒരു 18 വർഷത്തോളം ഒരു ടീം കിരീടത്തിനായി കാത്തിരിക്കുക എന്ന് പറയുന്നത് അവരെ നമ്മൾ പലപ്പോഴും RCB ആരാധകരെ, റോയൽ ചലഞ്ചേഴ്സ് ആരാധകരെ ലോയൽ ഫാൻസ് എന്ന് വിളിക്കുന്നത്. അത്രമാത്രം ആരാധന അവരുടെ ഒരു ടീം കിരീടം നൽകിയതുകൊണ്ടല്ല ആ ടീം ഇത്ര കാലം ഈ ആരാധകർ അവർക്കൊപ്പം നിൽക്കുന്നത്. കിരീടത്തിനപ്പുറം ആ ടീം ആ ആരാധകരോട് കാണിച്ച എല്ലാ കാലത്തും കാണിക്കുന്ന ഒരു സ്നേഹമുണ്ട്. അത് ആരാധകർ തിരിച്ചും ആ ടീമിനോട് കാണിക്കുന്നുണ്ട്. ആ തരത്തിൽ വലിയ ബന്ധം ആരാധകർക്ക് ഈ ഫ്രാഞ്ചൈസിയോടുണ്ട്. അത് എല്ലാ കാലത്തും ആ മത്സരങ്ങൾ നടക്കുമ്പോൾ നമ്മൾ കാണാറുള്ളതാണ്. നിറഞ്ഞ് കവിഞ്ഞ സ്റ്റേഡിയത്തിലല്ലാതെ RCBയുടെ മത്സരങ്ങൾ നടക്കാറില്ല. അത്രമാത്രം ആരാധകരുള്ള ഒരു ക്ലബ്ബാണ്. നമുക്കറിയാം, അത് മുംബൈയോ ചെന്നൈയോ ഒക്കെ 5 തവണ കിരീടം നേടിയത് കൊണ്ട് കിട്ടുന്ന ഒരു ആരാധകരുടെ ഒരു ബാഹുല്യം എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷേ RCBയുടെ കാര്യത്തിൽ 18 വർഷമായി കിരീടമില്ലാതിരുന്ന ഒരു ഫ്രാഞ്ചൈസി, അവർ ഒരു ആദ്യ കിരീടം നേടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശം സ്വാഭാവികമാണ്. ഇന്നലെ രാത്രിയാകട്ടെ ഈ ഒരു കിരീട നേട്ടം ഉണ്ടായപ്പോൾ ഒരു ദീപാവലി എങ്ങനെയാണ് രാജ്യമെങ്ങും ആഘോഷിക്കുന്നത് അതുപോലെയായിരുന്നു ബംഗളൂരു നഗരം ഉണ്ടായിരുന്നത്. ബംഗളൂരു നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈ വെടിക്കെട്ട് കാണാമായിരുന്നു. അതിൻ്റെ ആകാശ ദൃശ്യങ്ങളിലൊക്കെ അത്രമാത്രം വലിയ ഇതുപോലെ ഒരു ആഘോഷം സമീപകാലത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് തോന്നുന്ന തരത്തിൽ വലിയ ആഘോഷമായിരുന്നു ബംഗളൂരുവിൽ ഉണ്ടായിരുന്നത്. ആ ആവേശമാണ് പിന്നീട് അതിരുവിട്ട ആഘോഷത്തിലേക്ക് പോയത്. ഏറ്റവും ഒടുവിൽ അതൊരു തിക്കിലും തിരക്കിലും പോകുന്ന സാഹചര്യം നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് ഇപ്പോൾ അത് എത്തിയിരിക്കുന്നു. എന്തായാലും ഉപമുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് നേരത്തെ തന്നെ പറയുന്നത് ഈ ഒരു തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തതിൽ ക്ഷമ ചോദിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം വരുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കൂടി അത് പോവുകയാണ്. BJP ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. കാരണം ഇതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസ് സർക്കാരിനാണ്, ഇത്തരം ഒരു ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം എന്ന് BJP ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഇതൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് കൂടി ഈ കാര്യങ്ങൾ പോവുകയാണ്. കാരണം ഇതൊരു ആഘോഷ പരിപാടി, നല്ല രീതിയിൽ നടക്കേണ്ട ഒരു ആഘോഷ പരിപാടി പോലീസിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന കാര്യത്തിൽ വലിയ വിവാദങ്ങളിലേക്ക് കൂടി ഈ കാര്യം പോവുകയാണ്. എന്തായാലും നിലവിൽ ആശുപത്രിയിലുള്ള ആളുകളുടെ ആരോഗ്യനില സംബന്ധിച്ച ആശങ്ക തുടരുകയാണ്. നിലവിൽ 9 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്വാതി. അതെ, അത് തന്നെയാണ് രുജീഷ്. ഇത്രയധികം ആളുകളുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. മരണസംഖ്യ കൂടാനുമുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയും അധികം ആളുകളാണ് അവിടേക്ക് എത്തിയത്. നിരവധി ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അല്പം മുൻപ് നമ്മൾ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ വാക്കുകൾ കേട്ടിരുന്നു. അദ്ദേഹം ക്ഷമ ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആ ക്ഷമ ചോദിക്കലിൽ തീരില്ല ഇതിലുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. കടുത്ത വിമർശനവുമായി തന്നെ BJP രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഫോട്ടോഷൂട്ടാണ് ദുരന്ത കാരണമെന്നാണ് തേജസ്വി സൂര്യ പറയുന്നത്. ഇനിയും അത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം വലിയ തരത്തിൽ ഉയരാനുള്ള സാധ്യതയുമുണ്ട്. സർക്കാരിനെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കും എന്തായാലും ഈ ഒരു ദുരന്തം എന്നുള്ളതാണ്. ഈ ദുരന്തമുഖത്തേക്ക് കുട്ടികളെ, അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയിലേക്ക് കുട്ടികളെ അടക്കം കൊണ്ടുവരരുതെന്ന് പോലീസിന്റെ കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു. അതിനാൽ അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വിവരം കൂടി അവിടെ നിന്നും വരുന്നുണ്ട്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതാകും ഇനി ചർച്ചയാകുക എന്നുള്ള കാര്യവും ഉറപ്പാണ്. രുജീഷ്, നിലവിൽ അവിടെ ഈ ഒരു പരിപാടി എങ്ങനെയാണ് പുരോഗമിക്കുന്നത്?
നടക്കുന്നത്. നേരത്തെ രുചീഷ് പറഞ്ഞിരുന്നു, അതായത് കൃത്യമായ സമയക്രമം ഒന്നും പാലിച്ചല്ല ഇപ്പോൾ പരിപാടി നടക്കുന്നത് എന്നുള്ളത്. വിരാട് കോഹ്ലി അടക്കമുള്ള ആളുകൾ സംസാരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്.